1.5 ഏക്കർ വരുന്ന കൃഷിയിടാണ്. ജൂലൈ മാസമാണ്, കേരളത്തിലെ ഓഫ് സീസണാണ്, പ്രത്യേകിച്ച് ചീരക്ക്. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ളൊരു ചീര കൃഷിയുടെ വീട്ടിലേക്ക് പോയാൽ കൃഷിയിടങ്ങൾ എപ്പോഴും ഗതാഗത സൗകര്യങ്ങളുള്ള സ്ഥലങ്ങളായിരിക്കണം. അപ്പോൾ വളം ഇറക്കാനും പറിച്ചുകൊണ്ട് പോകാനൊക്കെ എളുപ്പമാണ്. എൻ്റെ കൃഷിയിടങ്ങളിൽ വരുമാനം നിശ്ചയിക്കുന്നത് ചീരയാണ്. അപ്പോൾ ഈ പ്ലോട്ടിൽ ഫുള്ള് വിളവെടുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ 30,000 അല്ലെങ്കിൽ 40,000 രൂപയുടെ ചീരയാണ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക സമയത്തും അതായിരിക്കും ആ കൃഷിയിടത്തിലെ പ്രോഫിറ്റ്. അപ്പോൾ അല്ലാതെ നമ്മൾ പയറുണ്ട്, വെണ്ടയുണ്ട്, തണ്ണിമത്തനുണ്ട് എല്ലാം നട്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ വരവും ചിലവും എല്ലാം കൂടെ അതെല്ലാം മേക്കപ്പ് ചെയ്തു പോകും. അപ്പോൾ ചീരയിൽ നിന്ന് കിട്ടുന്ന വരുമാനം വെച്ചാണ് മിക്ക കൃഷിയിടങ്ങളും ഓടിക്കുന്നത്. കൃഷിയുടെ തുടക്കത്തിലൊക്കെ പരമ്പരാഗത കൃഷി എന്നുകൊണ്ട് തന്നെ ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങൾ മാത്രമേ പ്രധാനമായിട്ടും ചീര കൃഷി നടക്കുമായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഹൈടെക് രീതിയിലേക്ക് കൃഷി വന്നപ്പോഴാണ് നമുക്ക് 360 ദിവസവും ചീര കൃഷി ചെയ്യാമെന്നുള്ളൊരു ധൈര്യം നമ്മൾ വന്നത്. പ്രധാനമായിട്ടും ചീരയെ ബാധിക്കുന്നത് പുള്ളിക്കുത്ത് രോഗങ്ങളാണ്. ഈ ഓപ്പൺ പ്രിസൺ ഫാമിങ്, ഷീറ്റിൻ്റെ പുറത്ത് നമ്മൾ ചീര നടുമ്പോൾ എല്ലാ സമയത്തും കൃഷി എന്നുള്ളതാണ് ഈ കൃഷിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. മഴക്കാലത്ത് വലിയൊരു പ്രതിസന്ധി സീഡ് മുളപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഓപ്പൺ പ്രദേശത്തൊക്കെ പായ് മുളപ്പിച്ചാൽ വലിയ മഴ വരുന്ന സമയത്ത് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകാറുണ്ട്. അപ്പോൾ മഴമറ സംവിധാനത്തിൽ നല്ല രീതിയിൽ പായ് മുളപ്പിച്ച 2 ആഴ്ച പ്രായമുള്ള തൈയാണ് പ്രധാനമായിട്ടും ഈ കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നത്. ഷീറ്റിൽ പറിച്ച് നല്ല തൈ നടാൻ കഴിഞ്ഞാൽ പിന്നെ 90% ചീരകൃഷി വിജയിക്കാനാണ് സാധ്യത. ഏതൊക്കെ ഐറ്റത്തിനോട് ചീര കൃഷിയാണ് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ വെള്ളരിയാണ് കൃഷി ചെയ്തിരിക്കുന്നത്. പൂത്ത് തുടങ്ങി ഇവിടെ ചീരയും വിളവെടുത്ത് തുടങ്ങി. ഏറ്റവും കൂടുതൽ ഏരിയയിൽ നമ്മൾ കൃഷി ചെയ്യുന്നത് പയറാണ്, അതും കുറ്റിപ്പയർ 3 വെറൈറ്റി. അപ്പോൾ അതിൻ്റെ ഇടവേളയായിട്ട് നമ്മളിത് ചീര ചെയ്തിട്ടുണ്ട്. പൂ കണ്ടാൽ ഐറ്റാണെന്ന് മനസ്സിലായാ? കുക്കുംബറാണ്, നിലത്ത് പടത്തിയാണ് കൃഷി ചെയ്തിരിക്കുന്നത്. ഈ ചൊരി മണലായതുകൊണ്ട് ഇങ്ങനെ ഇവിടെ കൃഷി ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നമ്മൾ നട്ടിട്ടുണ്ട് ബന്ദി ചീര. വഴുതന 2 ടൈപ്പാണ്, വയലറ്റ് ഉണ്ട്, പച്ചയുണ്ട്. ഇടവേള അകലം നോക്കിയേ, വഴുതനായിട്ട് 1 ചാണ് അകലെ. ഇത് പറയാൻ തന്നെ മനസ്സിലായി കാണില്ല. പ്രധാന ഐറ്റാണ് വെണ്ട. ഏറ്റവും കൂടുതൽ ഏരിയയിൽ കൃഷി ചെയ്യുന്നത് വെണ്ടയാണ്. ഇപ്പോൾ ഇവിടെ ഈ സ്റ്റേ ആണെങ്കിൽ തൊട്ടടുത്ത സ്ഥലത്ത് ഹാർവെസ്റ്റിംഗ് ഉണ്ടാവും, സ്റ്റാർട്ടിംഗ് സ്റ്റേ ഉണ്ടാവും. അപ്പോൾ ഇവിടെ നട്ട ക്രോപ്പുകൾ മറ്റുള്ള സ്ഥലത്ത് നടാറില്ല, മാറി മാറി വരും. നമുക്ക് എപ്പോഴും ഒരു 10-15 ഐറ്റംസ് പച്ചക്കറി എപ്പോഴും വേണം, പ്രധാനമായിട്ട് റീറ്റെയിലും ഹോൾസെയിലും എല്ലാം കൂടെ ഉള്ളത് കൊണ്ട്. ഉണ്ട് അവിടെ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ചീര ഫുള്ള് നടിയാണ്. അതായത് എല്ലാ കൃഷിയുടെ കൂടെയും ചീര നമുക്ക് നടാവുന്നതാണ്. അപ്പോൾ ചില ക്രോപ്പിൻ്റെ ഇല വലിപ്പമാണെങ്കിൽ നമ്മൾ ഇപ്പം മത്തനൊക്കെ ആണെങ്കിൽ വേറെ ഫീൽഡിൽ ഇച്ചിരി മാറ്റിയിടും, കാരണം വലിയ ഇലയാണ്. അപ്പോൾ ഇല വലിപ്പം അനുസരിച്ച് നമ്മൾ ഡിസ്റ്റൻസ് കൊടുക്കും. മാത്രമല്ല ഇടയ്ക്കൊക്കെ നമ്മൾ കളകളൊക്കെ വളരും കേട്ടോ, ഷീറ്റാണെങ്കിൽ പോലും. ഇത് വേണ്ട, ഇവിടെ കളകൾ വന്നിട്ടുണ്ട്. ഇത് പറിച്ച് ഇത് വേണ്ട, ഇവിടെയൊക്കെ കളകളൊക്കെ പറിക്കും. ചീരയുടെ മൂട്ടിലൊക്കെ കളകളുണ്ടാവും. അപ്പോൾ ഇത് കണ്ട് ഇവിടെയൊക്കെ നോക്കിയേ, കളകളൊക്കെ ഇങ്ങനെ പറിച്ച് മാറ്റിയില്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ പ്രധാനമായിട്ടും കള കൊണ്ടുപോകും. ഇപ്പോൾ നമ്മളിവിടെ ഇറിഗേഷൻ മെത്തേഡാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓൾറെഡി ഇതിനകത്ത് മുഴുവൻ ചാണകപ്പൊടിയും കോഴിക്കാഷ്ടം ബേസായിട്ട് ഡോളോമെറ്റൊക്കെ അടിപൊളിയായിട്ട് പ്രധാനമായിട്ടും ചെയ്തിട്ടാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. നമ്മുടെ ഇവിടെ മണ്ണിൽ വളക്കൂറ് പൊതുവെ കുറവാണ്. ഇപ്പോൾ നന്നായിട്ട് വളങ്ങൾ ഇട്ട് കൊടുത്താൽ മാത്രമേ നല്ല ഗ്രോത്ത് ചെടിക്ക് കിട്ടത്തുള്ളൂ. പിന്നീട് മൈക്രോ ന്യൂട്രിയൻ്റുള്ള വളങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അതായത് മണ്ണിൻ്റെ ഡെഫിഷ്യൻസിക്ക് അനുസരിച്ച് മണ്ണിന് എന്താണോ പോരായ്മ അത് മനസ്സിലാക്കിയുള്ള വളങ്ങൾ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃഷി വിജയമായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. നമ്മുടെ പ്രധാന വരുമാനം ചീര തന്നെയാണ്. ഇതെല്ലാം നടുമ്പോഴും സ്റ്റാർട്ടിങ് സമയത്ത് എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ ഇതുണ്ട്, അത് മൊസൈക്കാണ്, ഇതിനൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഇത് വ്യാപിക്കാതിരിക്കാൻ വേണ്ടി തണ്ണിമത്തൻ പറിച്ച് കളയും. പക്ഷേ ഇവിടെ ചീര നിൽക്കും. 30 ദിവസമായപ്പോഴൊക്കെ മഴക്കാലത്തായാലും തണ്ണിമത്തൻ നട്ടിട്ടുണ്ട്, പൂത്തി തുടങ്ങി. പച്ചമുളക് സിറയിനത്തിൽപ്പെട്ടത് ചീര. ഡിസ്റ്റൻസ് നോക്കിയാൽ വളരെ ചെറിയ അകലത്തിലാണ് നട്ടിക്കുന്നത്, കാരണം ഇതിൻ്റെ എല്ലാ ചെറുപ്പാണ് കേട്ടോ, അതാണ് ഇത്ര അടുപ്പിച്ചിട്ടത്. ഏറ്റവും വലിപ്പമുള്ള ചീര നോക്കിയാണ് പറിക്കുന്നത്. വിളവെടുക്കുന്ന സമയത്തൊക്കെ ഒരു 100 കിലോ വെച്ച് വിളവെടുക്കും. രാവിലെ തന്നെ മാർക്കറ്റിലേക്ക് കൊടുക്കും. നമുക്ക് വേണ്ടത് ഏറ്റവും നല്ല ഫ്രഷായിട്ട് അടിപൊളി ചീര കഴിക്കാനായിട്ട് പറ്റും.